Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillahi rabbil alameen. Assalatu wassalamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Faqala Allah ta'ala fi Qur'anihi al-'aziz: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ഈ റമദാനിൽ എത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ റമദാനിലെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാൻ എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഒരു പട്ടിണി കിടക്കലിൻ്റെയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതിൻ്റെയോ ഒരു കാലഘട്ടമല്ല. ഈ സമയം എന്നത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള, നമ്മൾ അള്ളാഹുമായുള്ള ബന്ധത്തെ അടുപ്പിക്കാനുള്ള ഒരു സമയമായാണ് നാം ഇതിനെ കണക്കാക്കേണ്ടത്. ഈ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഖുർആനിൻ്റെ ആരംഭം ഈ റമദാൻ മാസത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്: شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. നാം ദാസന്മാർക്ക് നേർമാർഗം കാണിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിനെ നാം റമദാൻ മാസത്തിൽ ഇറക്കിയെന്നുള്ളത്. ഈ ഖുർആനിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് ഈ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് അഥവാ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ എഴുതി തള്ളിയ ഒരു സമൂഹത്തെ, ആ കാലത്തുണ്ടായിരുന്ന സമൂഹത്തെ ഏറ്റവും നല്ല മനുഷ്യരാക്കി, ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന നല്ല ഭരണകർത്താക്കളെ സൃഷ്ടിച്ചും, ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന, ഏവർക്കും പിന്തുടരാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ സൃഷ്ടിച്ചും ഈ ലോകത്തിന് ആ കാലഘട്ടത്തെ മാതൃകയാക്കാൻ സഹായിച്ചത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇറക്കുന്നതിലൂടെയാണ്. ഈ ഖുർആൻ അതിനെ നമ്മൾ അത് ഇറങ്ങിയ മാസമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൂടുതൽ അതിനോട് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനോട് അടുക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാ റമദാനിലും നമ്മൾ കാണാറുള്ളതാണ്. എല്ലാവരും 1 മുതൽ 30 ജുസ് വരെ ഓതിക്കൊണ്ട് ഖുർആനിൻ്റെ ഒരു ഖത്തം പൂർത്തീകരിക്കുക എന്നുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഈ ഖത്തം പൂർത്തീകരിക്കുന്നത് കൂടി തന്നെ അതിനെ ആ ഖുർആൻ എന്ന ആ ഒരു വിശാലമായ കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ ആശയങ്ങളെ, അതിലെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഈ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് തന്നെ ഈ ഖുർആനിലോട് അടുക്കുന്നതോട് കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഈ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അത് വെറും ആഹാരം കട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ആയിത്തീരുവാൻ വേണ്ടി, നിങ്ങൾ തഖ്വ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ സൂക്ഷിക്കുന്ന ആളുകൾ ആയിത്തീരുവാൻ വേണ്ടി നിങ്ങളുടെ മേൽ നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ അങ്ങനെയുള്ള ആളുകളുടെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് അത് വെറും ആ ആഹാരത്തെ കട്ട് ചെയ്യുന്നത്, ആ ആഹാരത്തെ നിർത്തിവെക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു വിലയുമില്ലാത്തതാണെന്ന്. അതുകൊണ്ട് തന്നെ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ വായയെയും നമ്മുടെ നാവിനെയും എല്ലാം അത് ബാധിക്കണം. അതായത് അങ്ങനെ പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത, നമ്മൾ ഹറാമാക്കിയ,
നമ്മൾക്ക് മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട്, അള്ളാഹു തന്ന ഈ കണ്ണുകൊണ്ട് കാണാതിരിക്കുകയും അതിനെ ദർശിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ ചീത്ത കാര്യങ്ങളും മ്ലേച്ഛമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതും ഈ റമദാൻ മാസത്തിൽ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ റമദാൻ മാസം എന്നുള്ളത് നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു വർഷത്തെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഏറ്റവും അടുത്തുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. ഈ റമദാനിന് ശേഷവും ഈ റമദാൻ തീരുന്നതിലൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു നീയത്താണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അവനോട് ഏറ്റവും അടുത്ത ആളായിക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമെന്നത് നമ്മൾ എടുക്കേണ്ട ഒരു നീയത്താണ്. ഇതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ നോമ്പെടുക്കുക എന്നത് അല്ലെങ്കിൽ ഈ റമദാൻ മാസം എന്നത് ഒരു ഉറക്ക ക്ഷീണത്തിൻ്റെയോ അല്ലെങ്കിൽ ആലസ്യത്തിൻ്റെയോ ഒരു മാസമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു യുദ്ധമാണ് ഈ ബദർ എന്നുള്ളത്. ഈ ബദർ യുദ്ധം നടക്കുന്നത് റമദാൻ 17-നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അള്ളാഹുവിന് വേണ്ടി അവർ അള്ളാഹുവിൻ്റെ ജിഹാദിൻ്റെ മാർഗത്തിൽ പുറപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഈ റമദാനിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൂടുതൽ മുന്നിട്ടിറങ്ങുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മക്ക ഫത്ഹിൻ്റെ കാര്യം, ഈ ഫത്ഹു മക്ക എന്ന സമയത്ത് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്കയിലേക്ക് വിജയിച്ചു വരുമ്പോൾ അവിടെയുള്ള ആളുകളോട് എതിരിടാനോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പണിഷ്മെന്റ് നൽകാനോ അല്ല എന്നത്, അവിടെയുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നമ്മൾ വിജയിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ അധികാരത്തിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും അത് നമ്മുടെ ഒരു അഹങ്കാരമായി കാണാതെ നമ്മൾ ഏറ്റവും വിനയമുള്ളവരായി മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റമദാനിനെ പറ്റി പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരു സുന്നത്തിന് റമദാനിൽ ഒരു ഫർളിന്റെ കൂലിയുണ്ട്. അതുപോലെ തന്നെ ഒരു ഫർളിന് 70 ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതായത് ശൈത്താനെ കെട്ടിവെക്കുന്ന ഒരു കാലമാണ് ഈ റമദാൻ ഉള്ളത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ്. എന്നിട്ടും നമ്മൾ നമ്മുടെ ഇച്ഛകളുടെ പിന്നാലെ പോവുകയും അതിനെ നമ്മൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ മാനിക്കാതിരുന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ വലിയ രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഇപ്പോൾ നാം ഈ ഒരു 15 മിനിറ്റ് ഈ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് ഒന്ന് ഖുർആനിൻ്റെ അജയ്യതയെ പറ്റിയാണ്. രണ്ടാമത്തത് നമ്മൾ ഈ നോമ്പിലൂടെ കൊണ്ടുവരേണ്ട ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുക്കേണ്ട വിശുദ്ധിയെ പറ്റിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഈ റമദാനിലുണ്ടായ പോരാട്ടങ്ങളെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ ഇനി പറയാനുള്ള ഒരു 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മൾ രാത്രി നമസ്കാരത്തെ പറ്റിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു സമയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി നിസ്കാരം എന്നുള്ള സംഭവം. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ, ദീർഘമായി നിന്ന് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിക്കൊണ്ട് അവനുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 1000 വർഷങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമയം എന്നുള്ളത് ഈ റമദാനിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈലത്തുൽ ഖദറിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് 1000 വർഷങ്ങളെക്കാൾ കൂടുതൽ പുണ്യമുള്ള സമയം എന്നുള്ളതാണ്. അത് ഈ റമദാനിലാണ്. ഈ റമദാനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ഏറ്റവും അടുത്തുകൊണ്ട് ഈ ഒരു ലൈലത്തുൽ ഖദറിനെ നമുക്ക് നേടിയെടുക്കാനും അതിലൂടെ നമുക്കുണ്ടാകുന്ന നന്മകളെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു നസീഹത്തിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ റമദാനിൽ നല്ല രീതിയിൽ നോമ്പെടുക്കാനും നല്ല രീതിയിൽ അമൽ ചെയ്യുവാനും ഇതിന് ശേഷമുള്ള സമയത്തെ ഇനി അടുത്ത റമദാൻ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.